ഹായ് ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ് ഹായ് ഗായ്സ്, ഇന്ന് പെരുന്നാളിൻ്റെ അന്ന് രാത്രി സമയം 23:56. അതെ, അപ്പം ഞങ്ങൾ ഇന്ന് പെരുന്നാൾ ട്രിപ്പ് പോവാണ് ഗായ്സ്, അല്ലേ? ഒറ്റ മൈൻഡിൽ ഞങ്ങൾ ട്രിപ്പ് പോവാണ്. ആവൂല. ഞങ്ങളെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ഞങ്ങളെ പോലെ തന്നെ ഒറ്റ മൈൻഡിൽ വന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ട്രിപ്പിന് പോകാൻ വേണ്ടി വന്ന് ഞങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഞാൻ എന്തേലും ആവട്ടെ. എൻ്റെ ഓനെ കാണാൻ ഹൃത്തിക് റോഷൻ്റെ മാതിരില്ലേ? നോക്കിയേ ഒന്ന്, ഹൃത്തിക് റോഷൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പിൽ കാണാൻ. ഒന്നുകൂടി സ്റ്റെപ്പിൽ കിട്ടിയില്ല. ഒന്നുകൂടി ഞങ്ങൾ കല്യാണത്തിനൊക്കെ വേണ്ടി ഓന് സ്റ്റെപ്പൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഓൻ്റെ ഒരു സർപ്രൈസ് ഡാൻസ് ഉണ്ടാവുന്ന പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ ഗായ്സ്. അതെ സുഹൃത്തുക്കളെ, ഇപ്പോൾ 11:57. ഞങ്ങളത് 12:07. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ എത്രയിലുള്ളത്? ഓക്കെ, നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണുള്ളത്. ഞങ്ങൾ ഓൾറെഡി വന്ന ഇവിടെ തന്നെ ആയിരുന്നു. എൻ്റെ റെഡ് ബാഗും ബ്ലാക്ക് ട്രോളിയും. ഇതിൽ ഓൻ്റെ ഷൂ ഉണ്ട്, ഓൻ്റെ ഡ്രസ്സും ഉണ്ട്. ഇതിലും ഓൻ്റെ ഡ്രസ്സും ഓൻ്റെ ഷൂ സാധനങ്ങളും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഓൻ്റെ എന്തോരം സാധനങ്ങൾ. അവരെളിമ നോക്കണേ. അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞില്ലല്ലോ. സർപ്രൈസ് ആക്കല്ലേ? പറയില്ലേ. ഞങ്ങൾ പോകുന്ന സ്ഥലം സർപ്രൈസ് ആണ് ഗൈസ്. എന്താണ് ഈ ട്രിപ്പിനെ എവിടേക്കാ പോകുന്നതെന്നുള്ള നിങ്ങൾ മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാം. അല്ല, ഇതിന്റെ തംബ്നെയിലും ഇതിന്റെ ഇതും കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ക്യാപ്ഷനും. ഞങ്ങളുടെ ട്രിപ്പ് വളരെ സന്തുഷ്ടമായി തിരിച്ചു വരാനും ഞങ്ങൾ പോകുന്ന വഴിക്കൊന്നും തെറ്റാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പോയി വന്നിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അത് പ്രശ്നമല്ല. ഇതിന്റെ തുടക്കത്തിൽ കാണുമ്പോൾ ദുആ ഇരുന്നാൽ ലാസ്റ്റിലേക്ക് തെറ്റാത്ത ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. എന്താണ് യാത്രയെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അടക്ക്. ഇതിന്റെ മുമ്പ് എൻ്റെ ബാഗിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ ബർത്ത്ഡേക്ക് ഇത് താത്തൻ്റെ വകയോ കാക്കിൻ്റെ വകയോ എങ്ങാനും ആണ് തന്നത്. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങിയോ അന്ന് കുവൈത്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ വലുതൊന്നും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ചോദിച്ചാൽ പറ ട്രിപ്പിനെ കുറിച്ച്. എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ചുള്ള തന്റെ എക്സ്പെക്ടേഷൻസ്? ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഗൈസ് പോകുന്നത്. ഇതിൽ ഫുള്ളിക്കുള്ള വെറൈറ്റി ഡ്രസ്സുകളാണ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് വരുത്തിയതാണ് എല്ലാ ഡ്രസ്സും. എനിക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ എല്ലാം ഇട്ടിട്ടുള്ള വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളാരും കണ്ട് ഞെട്ടരുത്. നല്ല സുഖം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇപ്പൊ സമയം കറക്റ്റ് 12 മണി. റെയിൽവേ സ്റ്റേഷനത്തെ റിസോർട്ടാന്ന് പറഞ്ഞാൽ ബീച്ച് റിസോർട്ട്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ റിസോർട്ടിലാണ്. രാവിലെ 10 മണി. ഇപ്പൊ 10 മണിയാണ്. റെയിൽവേ സ്റ്റേഷൻ കണ്ണഹർ. അതാ മറ്റേ ഇടി സിനിമയിൽ ജയസൂര്യ വന്നിരുന്ന റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഉണ്ട്. മനുഷ്യന്മാര് പൊരിഞ്ഞ വെയിലോ. ഇപ്പൊ സമയം 9:58. 10:30. ഒരു 20 മിനിറ്റ് കൊണ്ട് വേറെ ട്രെയിൻ ഉണ്ട് ഗോവർണേക്ക്. സ്ഥലം പറയല്ലേ? പോകാനുള്ള സ്ഥലത്തേക്ക് 20 മിനിറ്റ് കഴിഞ്ഞാൽ ട്രെയിൻ ഉണ്ട്. ഒപ്പം ഞങ്ങൾ ഫ്രഷ് ആവാൻ നിർത്തി പല്ലിക്കാം. ഇവിടെ തന്നെ റൂം ബുക്ക് ചെയ്യാം. അങ്ങാടി, അതായത് വീഡിയോ പോലില്ല. കുറെ ഓട്ടോസ് ഉണ്ട് എന്നല്ലാണ്ട് നല്ല നീല ആകാശം. അതായത് അതെ, ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ നോക്കിയ പേടിയല്ല. അപ്പം ഞാൻ അവിടെ ഒരു പയ്യൻ കുത്തിരിക്കുന്നത്. അവൻ്റെ അടുത്ത് നിന്ന് ടൂത്ത് പേസ്റ്റ് ഉണ്ട് വെച്ച്. അവൻ്റെ നല്ല മനസ്സ് കാരണം അവൻ ടൂത്ത് പേസ്റ്റ് എടുത്ത് തന്നു. ലെക്ചർ ചെയ്തുവാ
അതിന്റെ ഒരു വിഘ്നേഷിന് വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. അതെ, അതും ക്ലോസപ്പ്, എന്റെ ഫേവറേറ്റ് ക്ലോസപ്പ് എന്നെ കിട്ടി. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മറ്റേ ചെക്ക് പൊള്ളു വായ ശിശുവാ. അങ്ങനെ 10 മണിയായി. ഇനി നമുക്ക് 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രെയിൻ വരും. അതെ, ഞങ്ങൾ ഇവിടുന്ന് മത്സരിച്ച് പല്ലേക്കാം. 1 ഹവറിനുള്ളിൽ നമ്മൾ അവിടെ എത്തുന്നു വിചാരിക്കാം. തിന്നാൻ കിട്ടണ്ടേ വേഗം. ഒന്നാമത് ഞങ്ങൾ വന്ന ട്രെയിൻ 2 മണിക്കൂർ ഡിലേ. ഞങ്ങളവിടെ 8 മണിക്ക് എത്തേണ്ടിയായിരുന്നു, 10 മണിക്ക് അവിടെ എത്തിയത്. ഇത്രയും നേരത്തെ ഞങ്ങളവിടെ എത്തിച്ചെന്ന കേരള ഇന്ത്യൻ റെയിൽവേ സർവീസിന് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പേരിൽ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇത്രയും കാലം നോമ്പായ കൊണ്ട് വിഷമൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതെ അതെ. ലൊക്കേഷൻ എത്തി. നമുക്ക് ബൈക്ക് റെന്റ് എടുക്കണം. അത് നോക്കി ഇത് മനസ്സിലാവുന്നോ? കുറേ നമ്മൾ നോക്കി കുറേ സാധനം. ഞങ്ങൾ ഓട്ടോ കയറാണ്. ഇവിടുന്ന് 10 കിലോമീറ്ററിന് എത്ര പറഞ്ഞ 400 400 പറഞ്ഞ 300. ഇവിടെ നല്ല റേറ്റ് ഇതിനും. ആകെ മൊത്തം ഒരു ഉണങ്ങിയ അന്തരീക്ഷം. ഇതാണ് എൻ്റെ ക്യൂട്ട് ഹസ്ബൻഡ്. ഇപ്പൊ ചൂടായതുകൊണ്ട് നല്ല ഹോട്ട് ഹസ്ബൻഡ് ആയിരിക്കുന്നത്. ഹലോ, നല്ല ചൂട്. നല്ല ഭാഗത്ത് അമ്പലങ്ങൾ. ബീച്ച് എത്തി. പക്ഷെ നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല. ഒരിടത്ത് ജീപേ ഇല്ല. ഞങ്ങൾ എങ്ങനെ നിൽക്കുക? ഞങ്ങൾ പറയുന്ന ഓൽക്കും മനസ്സിലാകുന്നില്ല, ഓൽ പറയുന്ന ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യാൻ നോക്കണേ? വല്ലാത്ത ഓക്കെ. ഇതുപോലെ നമ്പർ തരാം, നമ്മൾ അതിലേക്ക് ജീപേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ എം എ ബ്ലോഗർ ഫ്രം കേരള. ഓക്കെ, ഹായ് ഗോൾ. ഓക്കെ, നെയിം നാഗരാജ്. ഓക്കെ ഓക്കെ. എനിക്ക് മനസ്സിലാവാത്തതല്ല, ഈ നട്ട കുന്തിരി വെയിലത്ത് എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ ഫുൾ അമ്പലല്ലേ? ഇത് ഗൂഗിൾ പേ ഇല്ലാന്നല്ലേ നമ്മളെ പറഞ്ഞേ? ഓലെ പേരിലുള്ള നമ്പർക്കനല്ലേ ഇപ്പം ഇത് ഇട്ടത്? നാഗരാജ്. സാധനം കണ്ട് കയറിയത് ആകെ പ്യൂർ വെജ് മാത്രമേ ഉള്ളൂ. ഇവിടെ അമ്പലത്തിൻ്റെ ഏരിയയും കൊണ്ട് വെജ് ഫുഡ് ഓൺലി. നല്ല മസാല ദോശ തിന്നാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകും. ഈ ഒരു പാത്രം ഉപ്പുമാവ്, ഈ ഉപ്പുമാവിനാണെങ്കിൽ 45 രൂപ. മസാല ദോശ ഒന്നുമില്ല പോലെ. രസമില്ല ഗൈസ്. ആദ്യം തിന്നപ്പോൾ ഒരു രസം തോന്നിയില്ലെങ്കിലും ഇപ്പം അതിനൊരു രസം വരുന്നുണ്ട്. കുതിലെ ബീച്ച്, ഓം ബീച്ച്, ഹാഫ് മൂൺ ബീച്ച്, പാരഡൈസ് ബീച്ച്, ബൾക്ക്. അടുത്ത ബീച്ചിൽ പോയി. ഞങ്ങൾ സ്ഥലം മാറിപ്പോയി. ഇവിടെ 5 ബീച്ചാണ് ഉള്ളത്. 5 അവിടെ ബൈക്ക് റെന്റ്. ആദ്യം നമുക്ക് ബൈക്ക് എടുക്കണം. ഗായ്സ്, നമ്മൾ ഉപ്പുമാവ് തിന്നിറങ്ങി. ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്.
ബൈക്ക് എടുക്കാൻ പോണം. ബൈക്ക് എടുക്കണം, ഇനി കുറേ ആട്ട് തിരിച്ച് നടക്കണം. എൻ്റെ ഭർത്താവിനോട് ഞാൻ ആകുന്നോ പറഞ്ഞായിരുന്നു ബൈക്ക് എടുത്ത് പോരാ, എടുത്തു പോരാ. അത് ബീച്ചിൻ്റെ അടുത്തുണ്ടാകേ, ആ ബീച്ചിൻ്റെ അടുത്തുണ്ടാകേ. ഇതുകൊണ്ടാണ് പറയല് ഓൾവേസ് ലിസൺ വൈഫ് എന്ന് പറയുന്നതാ. ഒന്നും രസമല്ല, പക്ഷെ കുറച്ച് അങ്ങോട്ട് നല്ല രസമുള്ള സ്ഥലമുണ്ട്. സാധനങ്ങൾ ഇവിടെ ഫുള്ള് സ്പൈസസ്, ഹലുവയുണ്ട്. ഇതൊക്കെ നമുക്ക് ബീച്ചിൽ ഇടാനുള്ള ഡ്രസ്സാണ്. കപ്പിളായിട്ട് വരാൻ പറ്റിയ സ്ഥലം. ടാറ്റു ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എന്തോരായിട്ടാല് ഹാമ്പർ ചെയ്ത് പറ്റിയ സ്ഥലം. ഞാൻ ആദ്യമായിട്ട് ഇത് സോപ്പിന്റെ കഷ്ണം മുറിച്ചിട്ടാണ്. അതെന്തായിരിക്കും സാധനം? അതായിരിക്കും ഇവിടെ അങ്ങനത്തെ ആയിട്ടല്ലേ ഉള്ളത്. ഇതിൽ പൊടി എടുത്ത് നോക്ക്. കല്ല് പൊടിച്ചിട്ടുണ്ടല്ലേ, നല്ല എളുന്നി കാണാൻ നല്ല രസമുള്ള. നല്ല വെയിലാണ്. അപ്പാപ്പ കച്ചവടമൊന്നുമില്ല, ഇരുന്നുറങ്ങ. നല്ല തുടുത്തുള്ളത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് തോന്നുന്നുണ്ട്. എന്തോ പ്രശ്നം പറഞ്ഞ് തീർക്കുക. നാട്ട് റോഡിൽ പൊരേ പോയി തീർക്കട, പൊരേ പോയി തീർക്കും, ആലേ പോയി തീർക്കും. അല്ല, ഇത് രണ്ട് പശുക്കളല്ലേ? ഇപ്പൊ രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണല്ലോ. എന്തോ കുടുംബശ്രീ തരം പറയാൻ തോന്നുന്നുണ്ട്. അയ്യേ അയാള് ഇതെങ്ങനെ ഒന്ന് ഇതിന്റെ പുറത്ത് ചാടി കിട്ടുക? ആ സമാധാനം. ഒരു ഹോൺ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ? എന്താ പഞ്ഞൂട്ടയോ തേങ്ങ? തവലിപ്പോഴും നിർത്തിയില്ല. ഇപ്പൊ വൻ പ്രശ്നമാവും. കുരങ്ങന്മാരതാ വരിക അതിന്റെ മുകളിൽ എത്തുന്നത്. മീ ആ സ്ഥലം കഴിച്ചിലാക്കിയോ? ഇവിടെ ഫുൾ അമ്പലങ്ങളാ. എല്ലാരും പൂജക്ക് വന്നാ ഇവിടെ ഒക്കെ അമ്പലങ്ങളാ. ഇവിടെ വന്ന് പൂജ ചെയ്യുമ്പോ മറ്റേ തുണിയും കുപ്പായം ഇടണം. ഇതാണ് ഓം ബീച്ച്, ഗോകർണത്ത് ഓം ബീച്ചിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. നല്ല രസമുണ്ടല്ലോ കാണാന്. ആണ് ബാഹുബലിയിലത്തെ ആ ഉരുട്ടി കൊണ്ടുപോകുന്ന സാധനം. അതാ കയറ്. ആ അതന്നെ. ആ ഇതാണ് മെയിൻ സാധനം. അതിന്റെ ഇതെന്ത് വലുതാ നോക്ക, അതിന്റെ ടയറ് ജമ്മേ. ഇപ്പൊ നല്ല തിരക്കുള്ള ഏരിയ കണ്ടോ, എന്തോരം ആൾക്കാർ അതിന്റെ ഉള്ളിലുള്ള. ആ ശരിയാ. അപ്പൊ വില എന്തെങ്കിലും മാസമാണോ ഇത് ചെയ്യണ്ടേ? നോക്കി നമ്മളെ ഷോപ്പ് കിട്ടാൻ കളറുള്ള പാത്രം വേണോ? ഗൈസ് ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.
നല്ലൊരു ഫ്രെയിംസ് ഉണ്ട് ഇവിടെ. കുറേ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വന്നെടുക്കാൻ പറ്റിയ വെഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട് ഇവിടെ. ഒരു മറ്റേ ട്രഡീഷണൽ ഫോട്ടോസ്. ഇതാണ് ശ്രീ മഹാഗണപതി ദേവ് അമ്പലം. ഇത് പൂജക്കുള്ള ചെടികൾ. അക്ക ഒരു ഇത് കാണിച്ചു തരുമോ? ഇതാണ് പൂജക്കുള്ള സാധനം. എവിടോ? ഹൗ മച്ച്? 20 ഉറുപ്പ്യക്ക് ഇത്ര പൂവ് കിട്ടും ഇവിടെ. ഇതിനുള്ളതാ പൂജ ചെയ്യാൻ. അല്ല എന്നാ 20 ഉറുപ്പ്യ എടുത്ത് വാങ്ങാലോ. 20 ഉറുപ്പ്യ ഗൂഗിൾ പേയാ. ചാണകം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെ നമ്മൾ ചാണകം ചവിട്ടി നടക്കേണ്ടി വരും. ഇവിടെ നമ്മളിപ്പോൾ വേറെയും വ്ളോഗേഴ്സ് ഉണ്ട്, കർണാടകയിലത്തെ വ്ളോഗേഴ്സ്. മറ്റേ ശംഖ് ശരിക്കും ഇവിടെ ടെമ്പററി സ്റ്റാച്ചു വന്നുകൊണ്ട് ഇവിടുത്തോട്ടെ നമ്മളെ നാട്ടിലേറ്റാ തന്നെ കേട്ടോ. പക്ഷെ ഇവിടെ ചെറുതേറ്റാലേ ഉള്ളു, വലുതേറ്റാലില്ല. ഉള്ളു ചെറിയ ഓട്ടോ. ഹോളിപ്പൊടിയോ? എന്താന്ന് പറഞ്ഞേ? സ്വീറ്റ് അല്ലാന്നോ? ഇത് സ്വീറ്റ് അല്ല, പച്ച. ഇതെന്താ സാധനം? അതിന്റെ പേരെന്താ? ഇസ്കോ നാം ക്യാ ഹൈ? നമ്മുടെ നാട്ടിൽ ലബാൻ പോലെ ഇവിടുത്തെ ലൊബാനാണിത്. ഡൂപ്പർ ലൊബാൻ. സോപ്പിനാണ്. ആ ഇത് സ്മെല്ലിനുള്ളതാ. കഴിച്ചു പോയാൽ ഇതിപ്പോ തിന്നേ. അപ്പൊ ഞാൻ പറഞ്ഞ തന്നെ കറക്റ്റ്. സോപ്പ് ഇതെന്താ? ഇതൊക്കെയാ വിഭൂതി ഭസ്മം. ഓക്കെ. എടാ ഇവിടെ കൂടുതലും ഈ പൂജന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവുകയെന്ന് തോന്നുന്നു. കോലം വെച്ച് ഞങ്ങൾ അടുത്ത ബീച്ചിലേക്ക് പോകാണ്. തൊട്ടടുത്ത ഒരു ബീച്ച് കാണിക്കട്ടെ. നമ്മള് ബൈക്ക് റെന്റിനെടുത്ത് റെയിൽവേ സ്റ്റേഷന് 650 വിചാരിച്ചിട്ട് ഞങ്ങള് ഗോവയിലൊക്കെ 400 ഉറുപ്പ്യുള്ളൂ ബൈക്കിന്. അപ്പൊ നമ്മള് പുറത്തിറങ്ങിയാൽ കുറയുന്നുള്ളതിൽ അവിടുന്ന് 300 ഉറുപ്പ്യ ഓട്ടോന്റെ പൈസയും കൊടുത്ത് നമ്മൾ വന്ന് 800 ഉറുപ്പ്യക്ക് നമ്മൾ ബൈക്ക് എടുത്ത്. ആദ്യം ബുദ്ധിമാന്മാർ തന്നെ നമ്മൾ. ആ ഇനി ഇവിടെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി ഗായ്സ്. എന്താ അടിപൊളി വ്യൂ നോക്കതാ. ആ കാണുന്ന കടല. ഇവിടെ നമുക്ക് വെള്ളം വാങ്ങാം. കൊയങ്ങി വണ്ടി മേലെ വന്ന് കൊയങ്ങി. ഇന്ന് ശരിക്കും നോമ്പ് വെച്ചല്ലോ അതിലേ. അതെ, 30 ദിവസത്തെ നോമ്പ് വെച്ചില്ലേ? കരിക്ക് വാങ്ങാം നമ്മള്. കരിക്കും ഒരു തണുത്ത വെള്ളം. തണുത്ത വെള്ളം, കൂൾ വാട്ടർ. ലെമൺ സോഡ, ബട്ടർ മിൽക്ക് അങ്ങനത്തെ കുടിക്കുന്ന. സ്വീറ്റ് ലസ്സിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുടിക്കാം നമ്മള്. എന്താ എടുക്ക?
എന്താ എടുക്കാം? बटर एक बटर मिल्क അത് മതി, നമുക്ക് നോക്കി എന്നിട്ട് എടുക്കാം. ഹായ് ഹായ് ബോൾ. ഒക്കെ നാണോ? ഞാനൊരു പ്രശസ്ത വ്ളോഗറാന്ന് നോക്കാൻ അറിയൂല. ഓ റെഡിമെയ്ഡാ, ഹോം മെയ്ഡ്. കുറച്ച് രസമുണ്ടോ? എൻ്റെ കുടിയുടെ രസമുള്ള പോലെ ഉണ്ട്. മോരുവെള്ളം പോലെ അല്ലേ? എന്തെങ്കിലും കുടിച്ചോക്കിയാൽ മതി, ഉച്ച മതി. നല്ല വെയിലത്ത് ബീച്ചിൻ്റെ വ്യൂ കാണണം നിങ്ങൾ. അടിപൊളി അടിപൊളി വ്യൂ ആയിരിക്കും. എന്നോട് ഓനാദ്യം പറഞ്ഞ ട്രോളി എടുക്കണ്ട ബേഗായ തോളിലിട്ട് നടക്കാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചോളൂ. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ബേഗ് ഞാനിട്ട് നടക്കുന്നു, എൻ്റെ ട്രോളിയോ ഒന്ന് തൂക്കി നടക്കുന്നു. കുടിക്കാൻ പറ്റുമല്ലോ, കുളിക്കാനോ? ആ ബോട്ട് അവര് പറഞ്ഞേ ബോട്ടിങ്ങിന് പോകാൻ എടുക്കുമെന്ന് പറഞ്ഞേ. ആ ബോട്ട് ഇവിടെ എവിടെ സ്റ്റേക്കുള്ള സ്പേസ്? കൊടുങ്ങാങ്കാടോ? ഉമാ ഗാർഡൻ റൂംസ് അവൈലബിൾ ആണ്. നമുക്ക് പോയി നോക്കാം ഉമാ ഗാർഡൻ റൂംസ് എങ്ങനത്താണെന്ന്. എവിടെ നാടാ ഇത് നീത്ത പിന്നെ ഇതാണ് നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് അതിലിങ്ങനെ നടന്ന് അങ്ങോട്ട് പോകണം. നമ്മൾ റൂം എടുക്കണം, കഫേസിലൊക്കെ കയറണം, ബീച്ചിൽ പോയി കുളിക്കണം.